ഹായ്, എന്താ പാട്? സുഖമല്ല എല്ലാവർക്കും? അപ്പം ഇന്ന് ഞാനൊരു കുറച്ച് സമയത്തെ ഒരു 2-3 ദിവസത്തെ അശ്രദ്ധ കൊണ്ടാണ് നമുക്ക് ഇത് സംഭവിച്ചത്. കാരണം നമ്മൾ വാഴ മറിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് കൂമ്പിലൊരു കെട്ട് കെട്ടൂലേ, ആ കെട്ട് ഒരബദ്ധത്തിൽ അബദ്ധത്തിൽ കെട്ടായി മാറി ലാസ്റ്റ്. കാരണം അത് വന്ന് നോക്കാതിരുന്നപ്പോൾ കൂമ്പ് മേലേക്ക് പോകാൻ ടൈറ്റ് ആയപ്പോൾ മേലേക്ക് പോയില്ല. അത് ഓളലെ താഴെ വെച്ചിട്ട് കൊല ചാടി. അത്രയ്ക്ക് വലിയൊരു കൊലയായിരുന്നു അത് ആ ഒരു കെട്ട് കഴിച്ചു കൊടുക്കാത്തത് കൊണ്ട് താഴെ ചാടിയതാണ്. അപ്പോൾ അതിനെത്ര ഒരു ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും ആ വാഴ എന്ന് ഞാനന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ ആ വീഡിയോ ഓപ്പറേഷൻ ചെയ്തിട്ട് ഞങ്ങളത് റെഡിയാക്കി എടുത്ത്, പിന്നെ വീഡിയോ ഇടാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കിട്ടുമില്ല എന്നുള്ള അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആ ഒരു കൊല കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് എങ്ങനെ ഇപ്പോൾ അതവിടെ നിൽക്കണമെന്നുള്ളത്. അത്രയ്ക്ക് സംരക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ കൊല ഒരു ചെറിയൊരു ഒരു 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 നമുക്കുള്ളൊരു ഇത് പ്രതീക്ഷ കിട്ടുന്നുള്ള ഒരു ഉപ്പേരിക്കുള്ളൊരു കായെങ്കിലും കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ വന്നിട്ടുണ്ട്. പിന്നെയൊക്കെയുള്ള എന്താണെന്നുള്ളത് അറിയില്ല, എന്നാലും കിട്ടുന്നതാണ് ഒരു പ്രതീക്ഷ. കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ആ കൊല. ഇത്ര ഭാഗം മേലേക്ക് പോകേണ്ടതാണ്. അപ്പോൾ അവിടെ വെച്ചിട്ട് കെട്ടിയിരുന്നു കേട്ടോ. അതിൻ്റെ ഈ തലയ്ക്ക് വെച്ചിട്ട് കെട്ടിയിരുന്നു. കാറ്റടിച്ചിട്ട് മറിഞ്ഞു വീഴാതിരിക്കാൻ താഴെ കണ്ടില്ലേ, മണ്ണ് കൂട്ടി വെച്ച് ചാക്ക് വെച്ച്. പിന്നെ അപ്പോൾ വാഴര വണ്ണം കണ്ടില്ലേ, അപ്പോൾ അതിനനുസരിച്ചൊരു കൊലയാണ് വന്നത്. പക്ഷെ എന്തായി, ആ ഒരു അശ്രദ്ധ കാരണം കൊല താഴെ ചാടി, മേലേക്ക് പോയില്ല. അപ്പം എന്ത് ചെയ്ത്, അതവിടെ കട്ട് ചെയ്ത് ഞങ്ങൾ ഓപ്പറേഷൻ ചെയ്ത് കുത്തൊക്കെ കൊടുത്ത് അതിനെ ഒരു ഭദ്രമാക്കിയിട്ട് അവിടെ നിർത്തി. അപ്പോൾ ഈ തണ്ടൊന്നും അന്ന് ഉറപ്പുണ്ടായിരുന്നില്ല ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഈ തണ്ടൊക്കെ കറക്റ്റ് കുത്ത് കൊടുത്ത് കെട്ടി റെഡിയാക്കി നിർത്തി. ഇത് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഇത് കൂമ്പാണ്, ഇങ്ങനെ കൊല കണ്ട് ചാടിയിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെ കൊലൊക്കെ ചാടി അതിൻ്റെ കറക്റ്റ് എത്ര പടലുണ്ട് എന്നുള്ളത് ആയി. അപ്പോൾ ഏകദേശം എത്ര അരി അയക്കണം കേട്ടോ, ഉണ്ടല്ലേ, എത്ര അരി അയക്കണം. അപ്പോൾ അതാണ് നമുക്ക് എപ്പോഴും നമ്മളതിനെ നിരീക്ഷിച്ചിട്ടിരിക്കണം. അല്ലെങ്കിൽ എന്താണ്ടാവുക വെച്ചാൽ ഇതേമാതിരത്തെ ഓരോ സംഭവങ്ങൾ നമുക്കുണ്ടാവും. അപ്പോൾ നമുക്കൊരു വാഴ നഷ്ടപ്പെടും. അത്ര കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു വാഴ വലുതാവണം എന്നുള്ളത് ഓരോ കർഷകനും അറിയാം. ഇതിൽ ഇതേമാതിരി ഒരു വാഴ ഉണ്ടായിരുന്നു. അത് നമ്മളെ പുഴുവില്ലേ, തണ്ട് തുറക്കും പുഴു, അത് കയറിയിട്ട് അത് പോയി. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഉണ്ണിത്തണ്ടിനൊരു ചെറിയ കഴുപ്പുണ്ടായതുകൊണ്ട് ആ തണ്ട് തുറപ്പം പുഴു വല്ലാതെ വരില്ല. ഇതിനും അല്ലാതെ വന്നിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ അതാണിപ്പോൾ ഈ വാഴയുടെ വിശേഷം. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഓരോ വാഴ നമ്മൾ കെട്ടി വയ്ക്കുമ്പോഴും മേലെ കെട്ടുന്നത് ഒന്ന് ശ്രദ്ധിക്കണം. കുറച്ച് ലൂസാക്കിയിട്ട് കെട്ടുക. മറ്റേത് ആ കൂമ്പണ്ട് കയറി പോകുമ്പോൾ അതവിടെ തടസ്സം വരാൻ പാടില്ല. ഇത് ഈ വാഴ തൂമ്പടച്ച് കഴിഞ്ഞാലും ഈ ഒരു സംഭവം ഉണ്ടാവലുണ്ട്. പക്ഷെ ഇത് തൂമ്പടച്ചതല്ല, ഇത് നമ്മളെ ആ കെട്ട് ടൈറ്റ് ആയതുകൊണ്ട് കൊല നടുവിൽ ചാടിയതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ ഒരു ശ്രദ്ധ നമുക്ക് എപ്പോഴും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ റോബസ്റ്റ് വാഴയുടെ വിശേഷം. വേറൊരു വിശേഷം കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കുത്ത് മേടിച്ചിട്ട് ഇത് വാഴ കെട്ടിയിടണമല്ലോ, അങ്ങനെയുള്ളപ്പോൾ നമ്മളത് നിർത്തുക, കാറ്റടിച്ചിട്ട് മറിഞ്ഞു ആയിരിക്കാമല്ലോ. അപ്പോൾ ഞങ്ങളിന്നൊരാൾ എളുപ്പപ്പണി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, മരങ്ങൾ ഇവിടെ മരമുണ്ട്, മരമില്ല എന്നുണ്ടെങ്കിൽ ഒരു ഏരിയ കറക്റ്റായിട്ടാണ് വാഴ നിൽക്കണമെന്നുണ്ടെങ്കിൽ 2 തലക്കൽ കാല് വയ്ക്കുക, 2 തലക്ക്. എന്നിട്ട് അതിൽ കയറ് നീളം കെട്ടുക. നീളം കെട്ടിയിട്ട് ഓരോ വാഴേനെ കൂട്ടിയിട്ട് ബന്ധിപ്പിച്ചിടുക. നടുവിൽ വേണമെങ്കിൽ ഒരു സപ്പോർട്ടും കൂടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് 3 കുത്തുകൊണ്ട് കുറേ വാഴ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, ആ തലയ്ക്കുള്ള വാഴ നല്ല തലയ്ക്കുള്ള കുത്ത് നല്ല ക്ലിയറാക്കിയിട്ട് താത്തണം, അപ്പോഴേ ആ സ്ട്രോങ് കിട്ടുള്ളൂ. ഓക്കെ, ആ സെൻറ്ററിലുള്ള ഒരു കുത്തും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ടൈറ്റായിട്ട് കിട്ടും. അപ്പോൾ അടിയിലും വേണമെങ്കിൽ ഒരു കയറേറ്റ് കെട്ടുക, മേലെ ഒരു കയറേറ്റ് കെട്ടുക. അപ്പോൾ അതിലൊക്കെ കോർത്തിടുക ഓരോ വാഴകളും. അപ്പോൾ എന്താ, നമുക്ക് ഒരു കുത്തിന് ഇപ്പോൾ 100 രൂപ എന്തായാലും മുളയ്ക്ക് വേണ്ടി വരും. അപ്പോൾ ആ മുളയ്ക്ക് 100 രൂപ എന്നുണ്ടെങ്കിൽ 10 വാഴ ഉണ്ടെങ്കിൽ എത്രയായി, 1000 രൂപ അതിന് തന്നെ ആയി. അപ്പോൾ
ഒരു 3 കുത്താന്നുണ്ടെങ്കിൽ ആ ഒരു 300 രൂപ കൊണ്ട് അത് ഒതുങ്ങിയില്ലേ. അപ്പോൾ അതിൽ ചിലവ് കുറച്ചിട്ടുള്ള പരിപാടികൾ ചെയ്യുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലാഭം കിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടാ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കിയിട്ട് വേണം അത് ഇതേപോലെ കേട്ടോ. ഞങ്ങളിത് കയറ് കെട്ടിക്കണം. അവിടെ മരങ്ങളുണ്ടായതുകൊണ്ട് നമുക്ക് ചിലവ് വന്നിട്ടില്ല. കണ്ടാ ഇതാ അവിടെ പറങ്കുച്ചിണ്ട്. എന്താ ആ പറങ്കുച്ചിനെ കെട്ടി പിന്നെ ഇങ്ങനെ ഈ വാഴ സൈഡിൽ കൂടെ ഇതാ പോണം. കണ്ടാ കണ്ടാ അതേപോലെ കെട്ടി തെങ്ങിനോട് കെട്ടി എന്താ. അപ്പോൾ അതിൽ കാറ്റും മഴയൊന്നും കൊണ്ടാകാതെ സംരക്ഷിച്ച് നിർത്തിയതാണ്. എന്താ അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതാ ഇത് വേണമെങ്കിൽ ഇതേപോലെ ഇതിമ നിർത്തിയിട്ട് പഴുപ്പിക്കാം. ഒരു കിളികളൊന്നും കൊണ്ടാകാതെ പഴുപ്പിക്കാനുള്ള ഐഡിയ ഒക്കെ ഉണ്ട്. ഒരു പഴം പഴുത്ത് കഴിഞ്ഞാൽ ഒരു കവറില്ലേ, അല്ലെങ്കിൽ ഒരു ചാക്ക്, കാണുന്ന ഒരു ചാക്ക് ഇട്ടാലും മതി. ഉള്ളിലേക്ക് നമുക്ക് കാണാനുള്ള ഒരു ഐറ്റം ചാക്കുകൾ ഇട്ട് മേലെ ഒരു കെട്ട് കെട്ടിയിട്ടാൽ ആ കൊല അവിടെ തന്നെ നിന്നിട്ട് ഫുള്ള് കിളികളൊന്നും കൊത്താതെ ഫുള്ള് അവിടെ നിന്ന് തന്നെ പഴുക്കും. ചെയ്തിട്ടുണ്ട് ഞാൻ. ഇത് അവിടെ തന്നെ നിന്ന് പഴുപ്പിക്കുന്ന ഒരു രീതിയാണത്. അപ്പോൾ ആ കൊലകൾ കംപ്ലീറ്റ് പഴുത്തിട്ട് നമ്മൾ വെട്ടുമ്പോഴുള്ള നമുക്കൊരു മനസ്സുഖം ഉണ്ടല്ലോ, അതൊന്ന് വേറെ. നിങ്ങളൊന്ന് ഒരു പ്രാവശ്യം ചെയ്തു, സൂപ്പറാണ്. നമ്മൾ ഈ വീട്ടിലുള്ള വാഴ കാര്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട്. നമ്മൾ ഭക്ഷിക്കാൻ ഉപയോഗിച്ചിട്ട്, കാരണം വീട്ടിലൊക്കെ ഉണ്ടാക്കണത് ഈ കൃഷി ഒന്നിച്ചിട്ട് വലിയൊരു കൃഷി നടത്തണം അവിടുത്തെ കാര്യമില്ല കേട്ടോ ഞാൻ പറഞ്ഞത്. നമ്മളെ വീട്ടിൽ വാഴക്ക ഉണ്ടായിട്ടുണ്ട്. നമ്മളെ വീട്ടിൽ ഒരു കായ പഴുത്ത് കഴിഞ്ഞാൽ വെട്ടിക്കൊണ്ട് വെക്കുന്നുണ്ടല്ലോ, അതിന് പകരമാണ് അത് അതിമേ തന്നെ നിർത്തിയിട്ടുള്ള ഒരു പഴുപ്പിക്കുന്ന രീതിയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത് കേട്ടോ. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പരിവായി കഴിഞ്ഞാൽ വെട്ടണം. മറ്റേത് നമുക്ക് നഷ്ടം വരും, തൂക്കം കറക്റ്റാവില്ല. തൂക്കം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പരുവത്തിൽ വെട്ടിക്കൊണ്ടേ കൊടുത്താലേ തൂക്കം കിട്ടുള്ളൂ. മറ്റേ കായകൾ കുറേ അവർ ഇരിഞ്ഞ് മാറ്റും, കാരണം വിള്ളും. പാക്കല നല്ല മൂത്ത് കഴിഞ്ഞാൽ വിള്ളും. അപ്പോൾ വിണ്ടതൊക്കെ നമുക്ക് നഷ്ടമാവും. അപ്പോൾ വിള്ളണക്കാട്ടി മുന്നേ വേണം കൊല വെട്ടിയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ. റോബസ്റ്റൊക്കെ അതേപോലെ തന്നെ ഏകദേശം ഒരു 30 കഴിഞ്ഞാൽ വേണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ വാഴ കൃഷീനെ പറ്റിയിട്ടുള്ള എനിക്കുള്ള ഒരു ചെറിയ അറിവ്. നമുക്ക് ഇനി അതിനെക്കാട്ടിയും വലിയ അറിവുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. നമ്മളൊരു ചെറിയ അറിവ് അതാണ് കേട്ടോ. നമ്മൾ വലിയ വാഴ കൃഷി നടത്തിയിട്ടില്ല. നമ്മൾ ഇതേമാതിരി കൊച്ചു കൊച്ചു കൃഷികളാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ചെറിയ ചെറിയ പണ്ടത്തെ അച്ഛൻ ചെയ്തു തന്നിരുന്ന രീതികളൊക്കെയാണ് ഇതൊക്കെ. പിന്നെ വാഴക്കൊല തെച്ച് പഴിപ്പിക്കണ പണ്ടത്തെ ഒരു രീതി ഉണ്ട്, അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, നീന്തക്കൊല. ഓക്കെ, അത്രയ്ക്കാണ് ഈ വീഡിയോ. ബായ്, സി യു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.